ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല കോഴിക്കടുമ്പ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നമ്മൾ ഉള്ളി, തക്കാളി അതെല്ലാം എന്താക്കാം, അതെല്ലാം ഇട്ടിട്ട് നല്ല വാല മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിന്, വേറെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിന്, അതിൻ്റെ ഒന്ന് വീരെടുത്തിട്ടാ. പിന്നെ അതിപ്പോൾ ഇതാ നല്ല ഇതായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്ത്, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ല വാല കുറച്ച് നേരം മിക്സ് ആക്കാം. എന്നിട്ട് ഇത് റെഡി ആയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മസാല ഇടാനുണ്ട്. അപ്പം അതിലേക്ക് ഞങ്ങൾ ഹോം മെയ്ഡ് ഗരം മസാല തന്നെയാണ് ഇട്ടത്. അത് ഉമ്മ തന്നെ ഉണ്ടാക്കിയ. ഇനി ആക്കുമ്പോൾ വീടെടുക്കാൻ പറയാം ഉമ്മാണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിച്ചപ്പെല്ലാം ഇടാം. പിന്നെ ആ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ടങ്ങനെയില്ല, ആ മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അത്ര ടേസ്റ്റ് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇടാം നമ്മൾ കടുമ്പിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇടാം. മസാലയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ടിട്ട് നല്ല വാല മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം പോകാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയാണ് നമ്മൾ അതിലേക്ക് സ്പെഷ്യൽ സാധനം ഇട്ടത്. നമ്മളെ സോയ ചങ്ക്സ് ഇല്ലേ, സോയാബീൻ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് ചാറാക്കിയിട്ട് ഒഴിച്ചിട്ട് ഇപ്പോൾ ഇതൊരു കറി പോലെ ആയിട്ടുണ്ട്. നല്ല തേങ്ങയും പച്ചമുളകും വറുത്തിട്ട് അരച്ച മിക്സാണത്. എന്നിട്ട് നമ്മൾ കടുമ്പ് ചുണ്ണി കടുമ്പാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പച്ച കളറ് ആയിട്ടുണ്ട്. നല്ല പച്ച മസാലക്കടുമ്പ് ഒരു നല്ല വെറൈറ്റി നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണം. പിന്നെ ഉപ്പും മുളകെല്ലാം നോക്കാനുണ്ടാകുന്ന എന്നിട്ട് ഇടാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി കടുമ്പ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് മല്ലിച്ചപ്പലം കൂടി ഇട്ട് കൊടുക്കാം ഡെക്കറേഷന്. അപ്പോൾ തന്നെ നല്ല മണം വരും. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കാം.